സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള അനേർട്ട് എക്സിബിഷൻ സ്റ്റാൾസ് ടെൻഡറിൽ ക്രമക്കേടെന്ന രേഖകൾ. പരിപാടി നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് ടെൻഡർ ക്ഷണിച്ചത്. ടെൻഡർ കിട്ടിയ കമ്പനിയുടെ അഡ്രസ്സിൽ അങ്ങനെയൊരു സ്ഥാപനമില്ല. 100 സ്ക്വയർ ഫീറ്റ് സ്റ്റാൾ നിർമ്മിക്കാൻ ചെലവായത് തൊട്ടുമുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലുമാണ്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ക്രമക്കേടാണോ ഇപ്പോൾ തെളിയുന്നത്? അരുൺ, കണക്കുകളിൽ തന്നെ ഇത് വ്യക്തമാണ് എന്നതാണ്. നിയമസഭാ രേഖകളുമാണ് അരുൺ. നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2022 എല്ലാ ജില്ലകളിലും എന്റെ കേരളത്തിന്റെ ഭാഗമായി എക്സിബിഷൻ നടത്തിയിരുന്നു. അന്ന് സംസ്ഥാനത്ത് ആകെ ചെലവ് 5,55,000 രൂപയായിരുന്നു. അതായത് 14 ജില്ലകളിലും സ്റ്റാൾ നിർമ്മിക്കാൻ ആകെ ചെലവായത് 5,55,000 രൂപ. പക്ഷേ ഇത് 2023 ആകുമ്പോഴേക്ക് 43 ലക്ഷം രൂപയായി വർദ്ധിച്ചു. അതായത് 10 മടങ്ങിലേറെ. നേരത്തെ അതാത് ജില്ലകളിൽ നിന്നാണ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് കേന്ദ്രീകരിച്ച് ചെയ്തു എന്നുള്ളതാണ്. ടെൻഡർ വിളിച്ചത് 2023 ഏപ്രിൽ മാസം 1-ാം തീയതി നടക്കേണ്ട പരിപാടിക്ക് ടെൻഡർ വിളിച്ചത് മാർച്ച് മാസം 28-ാം തീയതി. മാർച്ച് മാസം 28-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:30 ഫയൽ ഓപ്പൺ ചെയ്ത് വൈകിട്ട് 4:59 ആകുമ്പോഴേക്ക് ടെൻഡർ വിളിക്കാൻ തീരുമാനമാകുന്നു. തൊട്ടടുത്ത ദിവസം ടെൻഡർ വിളിക്കുന്നു. അരുൺ, തീർന്നില്ല. അതിൽ 2 കമ്പനികളാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് ഡിമൈൻ ഇന്റർനാഷണൽ, തൃശൂർ ചേർപ്പാണ് അഡ്രസ് കൊടുത്തിരിക്കുന്നത്. ആ അഡ്രസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനിയില്ല, ഡിമൈൻ ആണ് കിട്ടിയത്. രണ്ടാമത്തെ ടെൻഡർ ഒരു സാം സ്റ്റുഡിയോ. ആ സാം സ്റ്റുഡിയോക്ക് അഡ്രസ് പോലുമില്ല. ഈ ലെറ്റർ ഹെഡ് ഒരേ നിറത്തിലാണ് പ്രിന്റ് എടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു എന്നുള്ളതാണ്. പിന്നീട് ഈ പറയുന്ന 100 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ചുറ്റളവ്. നമ്മളൊക്കെ പോയി കാണാറുണ്ട്. ഫ്ലക്സ് കൊണ്ട് നിർമ്മിച്ച സ്റ്റാളുകളാണ് ഉണ്ടാവുക. അതിന് ഒരൊറ്റ ഒന്നിന് 2,75,000 രൂപയാണ് ഈ കണക്ക് പ്രകാരം ചെലവായിരിക്കുന്നത്. അതായത് 100 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് കെട്ടിടം പണിയാൻ 2 ലക്ഷം രൂപയിൽ കുറവ് മതി എന്നിരിക്കെയാണ് ഈ 2,75,000 രൂപ എന്നുള്ളത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചെലവ് കൃത്യമായി ഓരോ ജില്ലയിലെയും ചെലവ് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2022ലെയും 2023ലെയും കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 38 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഒരൊറ്റ. വളരെ പ്രധാനപ്പെട്ടതാണ്. പുറത്തു വരട്ടെ ആ ക്രമക്കേടിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണം. ടി വി പ്രസാദാണ് ഈ ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.